നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. പുനലൂർ മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നഗരസഭാ കെട്ടിടത്തിലെ കടയാണ് അഗ്നിക്കിരയായത്. GST നിലവിൽ വന്നതോടെ ഉപഭോക്താക്കൾ വലയുന്നു. സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ ഉപഭോക്താക്കൾ നിരാശയിൽ. ഇളമ്പൽ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപക നിയമനം വിവാദമായി. 1ാം റാങ്കുകാരിയെ അവഗണിച്ച് 2ാം റാങ്കുകാരിയെ നിയമിക്കാനുള്ള നീക്കമാണ് വിവാദമായത്. വാർത്തകൾ വിശദമായി. പുനലൂർ മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സാമുവലിന്റെ പലചരക്ക് കടയാണ് കത്തി നശിച്ചത്. മാർക്കറ്റിലെ നഗരസഭാ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സാമുവലിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് സ്ഥാപനമാണ് കത്തി നശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. സമീപത്ത് ജോലി ചെയ്യുകയായിരുന്ന ചുമട്ടുതൊഴിലാളികളാണ് കടയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലം മറ്റു കടകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വൈദ്യുതിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത. ഉടൻ തന്നെ ഇവിടെയുള്ള ചുമട്ടുതൊഴിലാളികളെല്ലാം വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് പൂട്ടുപൊളിക്കകത്ത് കയറി ഉള്ളിടത്തോളം അണയ്ക്കുകയുണ്ടായി. തൊട്ടടുത്തൊന്നും തീ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഫയർഫോഴ്സുകാരെല്ലാം വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം മുനിസിപ്പാലിറ്റിയിലും ഇലക്ട്രിസിറ്റി ബോർഡിലും ഒക്കെ ഇതിന്റെ കാരണങ്ങളെപ്പറ്റി വില്ലേജ് ഓഫീസിലും ഒക്കെ പരാതി കൊടുക്കും. വ്യാപാരി വ്യവസായിയും എല്ലാം ചേർന്നു. ലൈവ് വാർത്ത പുനലൂർ. ഇളമ്പൽ ഗവൺമെന്റ് UP സ്കൂളിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് അധ്യാപക നിയമനം നടത്താനുള്ള നീക്കം വിവാദമായി. 1ാം റാങ്കുകാരിയെ അവഗണിച്ച് 2ാം റാങ്കുകാരിയെ നിയമിക്കാനായിരുന്നു നീക്കം. ഇളമ്പൽ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപക നിയമനത്തിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് താൽപര്യക്കാരെ നിയമിക്കാനുള്ള നീക്കം വിവാദമാകുന്നു. 1ാം റാങ്കുകാരിയെ അവഗണിച്ച് 2ാം റാങ്കുകാരിയെ നിയമിക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മർദ്ദമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അഭിമുഖ പരീക്ഷയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി 1ാമതെത്തിയ സൗമ്യയെ തഴഞ്ഞാണ് 2ാം റാങ്കുകാരിയെ നിയമിക്കണമെന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. 1ാം റാങ്കുകാരിയായ സൗമ്യ ഇതിനു മുമ്പ് കുറച്ചുനാൾ ഇതേ സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നതാണ്. എന്നാൽ അഭിമുഖ പരീക്ഷയ്ക്ക് ശേഷമുള്ള അടുത്ത ദിവസം തന്നെ സ്കൂളിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് 2ാം റാങ്കുകാരിയെ തന്നെ നിയമിക്കണമെന്ന് സ്കൂൾ അധികാരികളോട് ആവശ്യപ്പെടുകയായിരുന്നു. പ്രസിഡന്റിന്റെ ആവശ്യത്തിനെതിരെ സ്കൂൾ അധികൃതർ നിലപാടെടുത്തതോടെ കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ ഒപ്പുവയ്ക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റും വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും യോഗം ബഹിഷ്കരിച്ചു. ഭരണസ്വാധീനം ഉപയോഗിച്ച് അർഹരായവരെ തള്ളി തൽപര കക്ഷികളെ സ്കൂളിൽ അധ്യാപികയായി തിരികെ കയറ്റാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മുടെ ഇളമ്പൽ ഗവൺമെന്റ് UP സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ നടത്തിയ ഇന്റർവ്യൂവില് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, PTA പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയ പാനല് ചേർന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ബോർഡ് ഇവിടെ രൂപീകരിക്കുകയും അത്തരത്തിൽ നിയമപരമായുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇന്റർവ്യൂ നടത്തുകയും ഏതാണ്ട് 21ഓളം ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം. ആ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് മാന്യമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള കുറച്ച് നിർബന്ധമുണ്ട് ഇവിടുത്തെ രക്ഷകർത്താ സംഘടനകൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും. അത്തരത്തിൽ പുറമെ ഉള്ള നിൽക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ മറ്റുള്ള തരത്തിലുള്ള പുറമേ ഉള്ള 6 തന്നെ മേഖലയിൽ നിന്നായാലും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും ഈ സ്കൂളിൽ നിന്നും ഈ കമ്മിറ്റി ഇതിന് വഴങ്ങുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ തീരുമാനത്തിൽ ഇന്നലെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത്തരത്തിൽ അത് ആലോചിച്ച് ചെയ്യണമെന്നും അവരുടെ പാനലിലുള്ള ചില ആൾക്കാരെ ഇന്റർവ്യൂവിൽ എടുത്ത് അവരെ പോസ്റ്റ് ചെയ്യണമെന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായി. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് അധ്യാപകരുമായിട്ട് സംസാരിച്ചു. മാർക്കിൽ ഒരു ഹിന്ദി ഇതിലുള്ള അധ്യാപിക ഇന്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഹിന്ദി അല്ല ഇത് ഇവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5, 6, 7 ക്ലാസ്സുകൾ വരുന്ന 3 സ്റ്റാൻഡേർഡുകളിലേക്ക് എല്ലാ വിഷയങ്ങളും ക്ലാസ് എടുക്കേണ്ടോ. അങ്ങനെ വരുമ്പോൾ ഹിന്ദി മാത്രം BEd ഉള്ള ഒരാളെ പോസ്റ്റ് ചെയ്താൽ നമുക്കത് പറ്റത്തില്ല. അതിലേക്കൊരു സമ്മർദ്ദം ഉണ്ടായി. അതുകൂടാതെ വേറെ ഒരു ഉദ്യോഗാർത്ഥികൾ 12-ൽ താഴെ മാർക്ക് മാത്രമുള്ള ഒരു ഉദ്യോഗാർത്ഥികൾ കൂടെ പോസ്റ്റ് ചെയ്യണമെന്ന തരത്തിലേക്ക് ഇവിടെ സമ്മർദ്ദം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കത്തില്ല. അതനുവദിച്ചില്ല. ഈ സ്കൂളിന്റെ പ്രതിച്ഛായ താർക്കാനും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ മോശമായിട്ട് നിലയിലേക്ക് കൊണ്ടുപോകാനും യാതൊരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അതേസമയം അധ്യാപക നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്കൂളിലെ അധ്യാപക ഒഴിവുകൾ നികത്താത്തതിനാൽ കുട്ടികളുടെ ഭാവിയും അവതാളത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
GST നിലവിൽ വന്നതോടെ സപ്ലൈകോയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉപഭോക്താക്കൾ. GST നിലവിൽ വന്നതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സപ്ലൈകോയിലേക്ക് ഉപഭോക്താക്കൾ എത്തുന്നത്. സാധാരണഗതിയിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ നിന്നും ലഭ്യമാകുന്നതും അപൂർവമാണ്. എന്നാൽ ഇപ്പോൾ സപ്ലൈകോയിലെത്തിയാൽ റാക്കുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതായി കാണാം. എന്നാൽ ഇവയൊന്നും വാങ്ങിക്കൊണ്ടു പോകാൻ ഉപഭോക്താക്കൾക്കാകുന്നില്ല. GST നിലവിൽ വന്നതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സപ്ലൈകോ അധികാരികളുടെ വിശദീകരണം. കേരളത്തിൽ പലയിടത്തും ഇതു സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിലും പുനലൂർ, തെന്മല തുടങ്ങിയ മേഖലകളിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. GST ഉൾപ്പെടുത്തിയുള്ള സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിംഗിലെ കാലതാമസമാണ് ഉപഭോക്താക്കളെ വലയ്ക്കുന്നത്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ GST നിരക്കിലെ പട്ടിക ഉൾപ്പെടുത്തിയുള്ള അപ്ഗ്രേഡിംഗ് ആണ് നടക്കാനുള്ളത്. 2 ഘട്ടമായി നടത്തേണ്ട സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിംഗിൽ 1 മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അവശ്യ സാധനങ്ങളായ ഉപ്പ് മുതൽ ഒട്ടുമിക്ക സാധനങ്ങളും സപ്ലൈകോ വഴി ലഭ്യമല്ല. എണ്ണയും പാക്കറ്റിനകത്തേക്ക് ഏതൊക്കെ സാധനമാണ് ബില്ല് തരാൻ നമുക്കറിയത്തില്ലല്ലോ. ഒരുപാട് സാധനങ്ങളുണ്ട്. സബ്സിഡി സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് സപ്ലൈകോ അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും പരിഹാരമായിട്ടില്ല. GST നിലവിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴും ഇതിന്റെ പേര് പറഞ്ഞ് ഉപഭോക്താക്കളെ വലയ്ക്കുന്ന സപ്ലൈകോയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സൌജന്യ സൈക്കിൾ വിതരണം സംഘടിപ്പിച്ചു. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SC വിദ്യാർത്ഥികൾക്ക് സുഗമമായി സ്കൂളിൽ എത്തിച്ചേരുന്നതിനായി സൌജന്യമായി സൈക്കിൾ വിതരണം ചെയ്തു. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് സൈക്കിൾ ലഭ്യമാകുന്നത്. ഇതിനായി 18,66,000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ബ്ലോക്കിന്റെ പരിധിയിലുള്ള 414 കുട്ടികൾക്ക് സൈക്കിൾ ലഭ്യമാകും. സൈക്കിൾ വിതരണോദ്ഘാടനം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. SC വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി ബ്ലോക്ക് നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളിൽ ഒന്നു മാത്രമാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 5 കോടിയോളം രൂപ, അതിലധികവും തുക വെച്ചിട്ടുള്ളത്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VY വർഗീസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, അഞ്ചൽ. പുനലൂർ നഗരത്തിലെ പാർക്കിംഗ് ഏരിയയിൽ അനധികൃത കച്ചവടങ്ങൾ പെരുകുന്നു. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എക്സൈസ് ഓഫീസിന് മുന്നിലെ പാർക്കിംഗ് സ്ഥലത്താണ് അനധികൃത കച്ചവടങ്ങൾ പെരുകുന്നത്. മാർക്കറ്റ് ജംഗ്ഷനിലെ അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ വേണ്ടിയാണ് പുനലൂർ പോലീസ് ഇവിടെ പാർക്കിംഗ് അനുവദിച്ചത്. എന്നാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധം അനധികൃത കച്ചവടങ്ങൾ പെരുകിയിരിക്കുകയാണ്. മാർക്കറ്റിലും പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ എത്തുന്നവർ ഇതോടെ വലയുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാതെ റോഡിന്റെ ഇരുവശങ്ങളിലും നിർത്തിയിടുകയാണ് പതിവ്. ഇത് വൻ ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ മാലിന്യങ്ങൾ അനധികൃതമായി തള്ളുന്നതും പതിവായിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിലെ അനധികൃത കച്ചവടം ഒഴിപ്പിക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കുന്നതിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പാർക്ക് ചെയ്യുന്നിടത്ത് കച്ചവടക്കാരെ ചപ്പും ചവറും എല്ലാം കൊണ്ട് അവിടെ ഇടുക. ചെന്നു അത് അധികാരിയെടുത്ത് പറഞ്ഞിട്ട് അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നോക്ക്, പാർക്കിംഗ് ബോർഡ് കൊണ്ട് അവിടെ കച്ചവടക്കാരാ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ജനമൈത്രി പോലീസും SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. പുനലൂർ CI ബിനു വർഗീസിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഇങ്ങോട്ട്
പുനലൂർ CI ബിനു വർഗീസ്, ജനമൈത്രി SI ജോർജ് കുട്ടി, അഡീഷണൽ SI ചന്ദ്രബാബു, SC/ST കമ്മിറ്റി ഭാരവാഹിയായ കല്ലുമല രാഘവൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വനിതാ പോലീസ് സേനാംഗങ്ങൾ, സിവിൽ പോലീസ് ഓഫീസർമാർ, ഹോംഗാർഡ് എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മാരകമായ അസുഖങ്ങൾ പടർന്നു വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഇതേപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആണ് ഈ താലൂക്ക് ഹെഡ്ക്വാർട്ടറിന്റെ ഈ ഇന്നത്തെ ക്ലീനിംഗ് പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നെടുമ്പാറ മാമ്പഴത്തറ റോഡ് ഉദ്ഘാടനം ചെയ്തു. NK പ്രേമചന്ദ്രൻ MP റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുമ്പാറ മാമ്പഴത്തറ റോഡിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് R ലൈലജ ചടങ്ങിൽ അധ്യക്ഷയായി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R സുരേഷ് ബാബു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കുന്നിക്കോട് ടൌണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് പരാതി. മാർക്കറ്റിലും മറ്റും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ജീവനക്കാരുണ്ടെങ്കിലും പഞ്ചായത്തിന്റെ അലംഭാവമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്നതെന്നാണ് പരാതി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി കുന്നിക്കോട് ടൌൺ ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ അവകാശവാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ടൌണിലെ മാലിന്യ കൂമ്പാരങ്ങൾ. മാത്രമല്ല, പച്ചിലവളവിൽ അനധികൃതമായി അറവു മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുന്നിക്കോട് ടൌണിൽ അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ലൈവ് വാർത്ത, കുന്നിക്കോട്. പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടൽ പതിവായിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. ലിറ്റർ കണക്കിന് ജലമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാഴാകുന്നത്. ദേശീയപാതയോരങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലികൾക്കിടയിൽ പൈപ്പ് പൊട്ടിയതാകാമെന്നാണ് സംശയം. പൈപ്പ് പൊട്ടിയത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. കുറ്റിക്കോണം മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വ്യാപകം. ആഫ്രിക്കൻ ഒച്ചുകൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലും മറ്റും വ്യാപക നാശമാണ് ഒച്ചുകൾ ഉണ്ടാക്കുന്നത്. നാട്ടുകാർ ഇക്കാര്യത്തിൽ പരാതികൾ നൽകിയിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പം കുട്ടികൾ കൊണ്ട് ആഹാര പദാർത്ഥങ്ങളിലും നമ്മുടെ അടുക്കള വശം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തന്നെ ഒരുപാട് പഠനങ്ങളിലെല്ലാം പറയുന്നുണ്ട്. വലിയ വലിയ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനെതിരെ ഇവിടെ പഞ്ചായത്തിൽ നിന്നും ഇത് പ്രശ്നം കണ്ടില്ല. അതുപോലെ ഒരുപാട് കൃഷിയിടങ്ങളിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം ആഫ്രിക്കൻ വെച്ചും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആൾക്കാർ. ഒരു വൈകുന്നേരം പോകാന്നുണ്ടെങ്കിൽ മൊത്തം റോഡിന് ഉൾപ്പെടെ ഒച്ചിന്റെ പ്രശ്നങ്ങളാണ്. വീടുകളിലും ഒച്ചുകളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ശല്യം വ്യാപകമാകുന്നത്. ഉപ്പു വിതറിയാണ് ഒച്ചു ശല്യത്തിൽ നിന്ന് പ്രദേശവാസികൾ താൽക്കാലിക രക്ഷ നേടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നഗരസഭാ കെട്ടിടത്തിലെ കടയാണ് അഗ്നിക്കിരയായത്. GST നിലവിൽ വന്നതോടെ ഉപഭോക്താക്കൾ വലയുന്നു. സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ ഉപഭോക്താക്കൾ നിരാശയിൽ. ഇളമ്പൽ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപക നിയമനം വിവാദമായി. 1ാം റാങ്കുകാരിയെ അവഗണിച്ച് 2ാം റാങ്കുകാരിയെ നിയമിക്കാനുള്ള നീക്കമാണ് വിവാദമായത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.